നമ്മളെ വീട്ടിൽ തന്നെ അഗസ്ത്യപ്പൂ ഉണ്ടേ. അപ്പം ഞായറാഴ്ച ദിവസമാണ് ഈ അഗസ്ത്യയിലോട്ടൊക്കെ പോണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറിക്കാനൊക്കെ ഭയങ്കര സമയമെടുക്കും. അപ്പം നമ്മൾ രാവിലെയൊക്കെ ഇറങ്ങി പോണത് കൊണ്ട് അതിനുള്ള സമയം കിട്ടില്ല. അപ്പം അഗസ്ത്യപ്പൂ കുറച്ച് പറിച്ചിട്ടുണ്ട്. പിന്നെ ചാള മീൻ കിട്ടിയിട്ടുണ്ടേ. ചാള മീനിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അരച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. തേങ്ങ അരയ്ക്കാതെ പുളിമുളകും വയ്ക്കാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് അരപ്പ് കലക്കി മീൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് മീൻ കറിയും ഒരു മീൻ പൊരിച്ചതും അഗസ്ത്യപ്പൂ തോരനും കൂടി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അഗസ്ത്യപ്പൂവിൽ കുറച്ച് പൂ ഉണ്ടായിരുന്നു, കുറച്ച് പിന്നെ ഇലയും കൂടെ എടുത്തു. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആണ് തോരൻ വെച്ചത്. അഗസ്ത്യപ്പൂവിൽ അങ്ങനെ കളയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഞാൻ എല്ലാം കൂടി തന്നെയാണ് അരിഞ്ഞെടുത്തത്. അകത്തിരിക്കുന്നൊരു നാമ്പുണ്ട്, അതെടുത്ത് ചിലപ്പോൾ കളയും. പക്ഷേ ഇന്ന് ഞാൻ കളഞ്ഞില്ല. കാരണം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഇങ്ങനെ അതൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല, അതെല്ലാം ഔഷധ ഗുണമുള്ള സാധനമാണെന്നേ. നമ്മളവിടെ ഉള്ളത് റോസ് കളറാണ്. വേറെ സ്ഥലത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളയും നല്ല കടും ചുവപ്പൊക്കെ. കടും ചുവപ്പൊക്കെ നമ്മൾ നഴ്സറിയിലൊക്കെ വാങ്ങാൻ കിട്ടും, ഈ ചെടി നഴ്സറിയിലൊക്കെ. അപ്പോൾ അതൊരു തോരനാക്കിയിട്ടുണ്ടേ ഞാൻ. അതിൽ കുറച്ച് മുട്ടയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് മുട്ടയൊന്നും ഇട്ടില്ല, മുട്ട ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇട്ടില്ല. പിന്നെ മറ്റേ കിളിമീനുണ്ടല്ലോ ചുവന്ന കളറിലുള്ള, അതാണ് നമുക്ക് പൊരിക്കാനായിട്ട് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ ഫ്രൈ പാനിലെടുത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് അതിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മീൻ വറക്കി ഇട്ട് കൊടുക്കുകയാണ്. നല്ല പൊട്ടിത്തെറി ഉണ്ടായിരുന്നേ. മീൻ കറിയും ചോറും തോരനും മീൻ പൊരിച്ചതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചൂടോടുകൂടി ചോറ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇതെല്ലാം മുരുമുരാന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടേ. ഈ കിളിമീൻ ഇങ്ങനെ ചത ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല ചൂട് ചോറ്, തോരൻ, മീൻ കറി, മീൻ പൊരിച്ചത്, ഇതെല്ലാം കൂടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു സമയത്ത് ഞാൻ ഒന്നുകൂടെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. സ്പൂണിട്ട് എടുക്കാതെ ഒന്ന് ചുറ്റിച്ചിട്ടാണ് പിന്നെ സ്പൂണിട്ട് കോരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അവിടെയൊക്കെ എന്തായിരുന്നു ഉച്ചയൂണിനൊന്ന് പറയാമോ? ഞങ്ങളവിടെ ഇതൊക്കെയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം കിട്ടുന്നത്. ബാക്കി അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോകും, അവർ സ്കൂളിലിരുന്ന് കഴിക്കും. ഞാൻ ജോലി സ്ഥലത്ത് പോകും, ഞാൻ ജോലി സ്ഥലത്തിരുന്ന് കഴിക്കും. അണ്ണനും ജോലിക്ക് പോകുമ്പോഴത്തേക്കും ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ ചോറ് കൊണ്ടുപോകും. അല്ല അടുത്തൊക്കെ ആണെങ്കിൽ ഇവിടെ വീട്ടിൽ വന്ന് കഴിച്ചിട്ട് പോകും. പിന്നെ വല്യമ്മ, ഞങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്യമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കും. ഇന്നെന്തായാലും ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്. ഇന്ന് മഴയൊന്നുമില്ല. ഇന്നലെ വരെ നല്ല പെരുമഴയായിരുന്നു. ഇന്നങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല, ഒരു തെളിഞ്ഞ കാലാവസ്ഥ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ആഹാരം കഴിച്ചിട്ട് നല്ല സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടേ. അപ്പം നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.